PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് AIYF, AISF മലപ്പുറം DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ AIYF സംസ്ഥാന പ്രസിഡന്റ് K. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ തുടക്കം മുതൽ തന്നെ എതിർത്ത പാർട്ടിയാണ് CPI. എന്നാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതിനെ എതിർക്കുകയും ഭരണം കിട്ടിയപ്പോൾ PM ശ്രീക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചതെന്നും ഇത് കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ AISF-ഉം AIYF-ഉം അനുവദിക്കില്ലെന്നും ഷാജഹാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മനസാക്ഷിയെ ഇത്രയും അവഹേളിക്കുന്ന ഒരു മുഖ്യമന്ത്രി, പറഞ്ഞ വാക്കിന് ഒരു ചാക്കിന്റെ വില പോലും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി, തന്റെ നിലപാടുകൾ തന്റെ വാക്കുകൾ, ഈ പറയുന്ന വാക്കുകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ബോധ്യമില്ലാത്തൊരു മുഖ്യമന്ത്രി, കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിരുന്നോ അതിൽ നിന്നെല്ലാം തന്നെ പുറകോട്ട് പോയി അതിന് ഘടക വിപരീതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ VD സതീശൻ എന്ന് പറയുന്ന ഒരു നാണംകെട്ട മുഖ്യമന്ത്രിയെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം കാപട്യമുള്ളൊരു നേതാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിച്ചതിൽ കേരളം ലജ്ജിക്കുന്നുണ്ടാവും, കേരളത്തിലെ ജനങ്ങൾ ലജ്ജിക്കുന്നുണ്ടാവും, UDF-ന് വോട്ട് ചെയ്തവർ ലജ്ജിക്കുന്നുണ്ടാവും. അതുകൊണ്ട് AISF-ഉം AIYF-ഉം ഈ കാര്യത്തിൽ PM ശ്രീ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നു, ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ പണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ ദ്വിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് സമരം ചെയ്യുന്ന അവസാന AISF-കാരന്റെയും AIYF-കാരന്റെയും നെഞ്ചത്ത് കയറിക്കൊണ്ടല്ലാതെ അല്ലെങ്കിൽ അവർ ജീവിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പു നൽകുകയാണ്. ധർണയിൽ PC അനീഷ് അധ്യക്ഷനായിരുന്നു. KK സമദ, സഫീർ കേശേരി, PM നിയാസ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് DDE ഓഫീസിന് മുൻപിൽ മുദ്രാവാക്യം വിളി തുടരുന്ന പ്രവർത്തകരെ മലപ്പുറം പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Mungdal, Kuttipuram, Malappuram.